ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഇപ്പോൾ ഓണമൊക്കെ അടുത്ത് വരുമല്ലേ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. അപ്പോൾ ഓണമൊക്കെ ആയിട്ട് നമ്മളുടെ പുതിയ കിച്ചണിൽ നിന്ന് ഒരു പായസം തന്നെ ആയാലോ. അപ്പോൾ സാബൂദാന വെച്ചുള്ള ശർക്കര പായസമാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. സാധാരണ നമ്മൾ പഞ്ചസാരയും പാലൊക്കെ ഒഴിച്ചിട്ടല്ലേ, ഇതങ്ങനെയല്ല. അപ്പോൾ കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ചവ്വരി അല്ലെങ്കിൽ സാഗോണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 90 to 100 ഗ്രാംസിൻ്റെ ഉള്ളിലാണ്. അത് 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. നന്നായിട്ട് കഴുകിയതിൻ്റെ ശേഷം, അല്ലെങ്കിൽ അതിങ്ങനെ അത് കൂടുതൽ സ്റ്റാർച്ചി ആയിട്ട് പോലെ തോന്നും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ 2-3 പ്രാവശ്യമെങ്കിലും മിനിമം നന്നായിട്ട് കഴുകുക. ഒരു 4 പ്രാവശ്യം കഴുകിയ അത്രയും നല്ലത്. എന്ന് വെച്ചിട്ട് വല്ലാതെ ഞെരടിയിട്ട് അതിൻ്റെ മുഴുവൻ പൊടിയൊന്നും ആയിട്ട് കളയരുത്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. 1 കപ്പ്, അതായത് നികയ്ക്ക് വെള്ളം നിൽക്കത്തക്ക വിധത്തിൽ ഒരു വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം. ഞാനിത് രാത്രിയാണ് വെച്ചത്. അപ്പോൾ ഓവർനൈറ്റ് ആകുമ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. പെട്ടെന്ന് വെന്ത് കിട്ടും. ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും അത് വേവാൻ തുടങ്ങും. അതുപോലെ ഇത് എളുപ്പത്തിൽ കഴുകിയെടുക്കാൻ ഇതേപോലെ ഒരു അരിപ്പയിലിട്ടിട്ട് പൈപ്പിൻ്റെ താഴെ കാണിച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അങ്ങനെ കഴുകിയെടുക്കണം. അപ്പോൾ ഓവർനൈറ്റ് വെക്കാൻ സമയമില്ലെങ്കിൽ ഒരു 2-3 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലത് കേട്ടോ. ഇനി അടികട്ടിയുള്ള ഒരു ചെരുവോ കടായോ ഏതെങ്കിലും എടുത്തിട്ട് അതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിക്കാം. നല്ല കുതിർന്ന സാബൂദാനയാണ്. കുറേ നേരം നമ്മൾ ഓവർനൈറ്റൊക്കെ കുതിർത്തിയതാണെങ്കിൽ 3/4 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. നിങ്ങളൊരു 2-3 മണിക്കൂറൊക്കെയാണ് കുതിർത്തുന്നതെങ്കിൽ 1 കപ്പ് വെള്ളം ഒഴിക്കുക കേട്ടോ. എന്നിട്ട് ആ വെള്ളം തിളച്ച് വരുമ്പോൾ ഈ സാബൂദാന അതിലിടുക. എന്നിട്ട് തിളച്ചതിൻ്റെ ശേഷം ഇത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് അത് നന്നായിട്ട് വേവിക്കുക. നല്ല കുതിർന്നതൊക്കെ ആണെങ്കിൽ ഒരു 4-5 മിനിറ്റ് ആകുമ്പോഴേക്കും അത് ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആവും, ഒരു കണ്ണാടി പരുവാവും, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഇത് അടി പിടിക്കും സാബൂദാനയാവുക കാരണം, അപ്പോൾ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് 3/4 കപ്പ് ശർക്കരയാണ് ചേർക്കുന്നത്. അത് നമ്മൾ തേങ്ങാപ്പാലും ഇതെല്ലാം ചേർത്തിട്ടാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു 3/4 കപ്പ് ശർക്കര വളരെ കറക്റ്റായിരുന്നു. നിങ്ങൾക്ക് ഇനി കുറവ് വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ കുറയ്ക്കാം. അതിൽ കൂടുതൽ കുറച്ചാൽ പിന്നെ അതിന് ടേസ്റ്റ് കിട്ടില്ല. ഇനി ഈ ശർക്കരയുടെ മധുരം ഈ സാബൂദാനയിലേക്ക് പിടിച്ചിട്ട് ആ സാബൂദാനയുടെ കളറ് മാറും, ആ ശർക്കരയുടെ കളറായിട്ട് മാറും. അപ്പോൾ അത്രയും നന്നായിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കണ പോലെ നമ്മൾ വേവിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. അത് നമ്മൾ സാധാരണ പ്രഥമനൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ഒരു 6-7 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കണം. ഞാനിപ്പോൾ 2ാം പാലും 1ാം പാലും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനാവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലെങ്കിൽ പാക്കറ്റ് മിൽക്ക് പൗഡർ കിട്ടും, അത് ഉപയോഗിക്കാം, കോക്കനട്ട് മിൽക്ക് പൗഡർ. പക്ഷേ ഫ്രഷ് ആയിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കേട്ടോ. 2ാം പാൽ 1.25 മുതൽ 1.5 കപ്പ് വരെ എടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ്, ഒരു 250 ml കപ്പിന് 1 കപ്പ്, ആ ഒരു കണക്കിന് കേട്ടോ. അപ്പോൾ ഒരു 1.25 കപ്പ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതിന് തിള വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ട് ഒരു 7-8 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. വല്ലാതെ അങ്ങനെ കട്ടിയിലാക്കരുത്, എന്നാൽ ചെറുതായിട്ടൊന്ന് കുറുകി വരണം. ഇപ്പോൾ തേങ്ങാപ്പാലിന് ഒരു ചെറിയ തേങ്ങ മതിയാവും. അതായത് ഒരു 1.25 കപ്പ് തേങ്ങ എടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചിട്ട് അതൊരു 1/2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കാം. ഞാൻ പിഴിഞ്ഞ ബാക്കിയുള്ള തേങ്ങയിലേക്ക് വീണ്ടും കുറച്ചും കൂടിയും ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് മിക്സർ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചിട്ട് ഒരു 1.25 മുതൽ 1.5 കപ്പ് വരെ 2ാം പാൽ എടുത്ത് മാറ്റി വയ്ക്കുക. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാവൂ. ഇപ്പോൾ ഒരു 7-8 മിനിറ്റ് ആയി വരുമ്പോൾ അത് ചെറുതായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങും. ആ സമയത്ത് ഇതിലേക്ക് 1ാം പാൽ ചേർക്കാം. ഞാൻ 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 2 ഏലയ്ക്ക പൊടിച്ചത് കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് ചൂടായി വരുന്നതോടുകൂടി ഫ്ലെയിം ഓഫ് ചെയ്യണം. വല്ലാതെ അങ്ങനെ ചൂടാവേണ്ട ആവശ്യമില്ല. ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം ഉടനെ തന്നെ ഓഫ് ചെയ്യുക. ഈ 2-3 ടീസ്പൂൺ നെയ്യ് ചൂടാക്കി 1 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത്, അതുപോലെ ഒരു 5-6 ഉണക്ക മുന്തിരി, 8-10 കാഷ്യൂ നട്ട് ഒന്ന് വറുത്തിട്ട് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അസാധ്യ രുചിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ചിലപ്പോൾ ഒന്ന് തിക്കാവും. അപ്പോൾ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ തന്നെ ലൂസായിക്കോളും. വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട. താങ്ക്